നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമ്മുടെ ഫുൾ മൂൺ എനർജി ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടുണ്ട്. ഡേറ്റ്സ് ചിലവർ 21 പറയുന്നുണ്ട്, ചിലവർ 22 പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. സോ ഞാൻ അതിനെക്കുറിച്ച് വലിയ ഇനിയിപ്പോൾ ഇതിന് വരുന്നില്ല. ഓക്കെ, പക്ഷേ എനർജി എന്തായാലും ഫുൾ മൂണിൻ്റെ എനർജി 20-ാം തീയതിക്ക് ശേഷം 20, 21, 22, 23 ഈ ഒരു 4-5 ദിവസത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ ഫുൾ മൂണിൻ്റെ എനർജി നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് റീഡിങ് എടുക്കാമെന്ന്. എൻ്റെ അതുപോലെ ഇന്നലെ 21 സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജനറൽ റീഡിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. അതായത് പകൽ നീളം കുറയുക എൻ്റെ രാത്രിക്ക് നീളം കൂടുക എന്ന രീതിയിൽ. ഓക്കെ, സമ്മർ സോൾസ്റ്റൈസ് തുടങ്ങിയ സമയമാണ്. പകലിൻ്റെ സമയം ഇനി കുറഞ്ഞു കുറഞ്ഞു വരും, രാത്രിയുടെ സമയം കൂടി വരും എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതുകൂടി സ്റ്റാർട്ടായിട്ടുണ്ട്. സോ എനർജി ചേഞ്ചസ് കുറച്ച് നടക്കുന്നുണ്ട് ഓൾറെഡി. അതിൻ്റെതായ ചില മാറ്റങ്ങൾ നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചിലവർക്ക് ഇറിറ്റേഷൻ, ചിലവർക്ക് അപ്സെറ്റ്, ചിലവർക്ക് ഡിപ്രഷൻ, അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ ഒരുപാട് ഇമോഷണൽ ആവാം. അങ്ങനെ പലതും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമുക്ക് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് എനർജി അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ആൻഡ് ഇന്നത്തെ ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ അവർക്ക് സീക്രട്ട് ആയിട്ട് അവരുടെ മൈൻഡിൽ എന്താണ് ഫീലിങ്സ് ഇരിക്കുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയാത്ത അവരുടെ ഹിഡൻ ഫീലിങ്സ്, അവരുടെ സീക്രട്ട് ഫീലിങ്സ് നിങ്ങളെക്കുറിച്ച് റൊമാൻറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചിന്തകളോ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സണിന് മനസ്സിൽ സീക്രട്ട് ആയിട്ട് നിങ്ങളെക്കുറിച്ച് അവരെന്താ ചിന്തിക്കുന്നത് നോക്കാം നമുക്കിന്ന്. ഓക്കെ, ഫുൾ മൂണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് കാണിച്ചിരുന്നത് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ സീക്രട്ട് ഫീലിങ്സ് നിങ്ങളോട് റൊമാൻറ്റിക് ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം, ലെറ്റ്സ് സീ. ഫുൾ കാർഡാണ്, 9 of cups, 7 of pentacles, 5 of cups, and temperance. Okay, 3 of cups, 6 of swords, Ace of Wands, Knight of Swords, Queen of Pentacles, Knight of Pentacles, Queen of Wands, Judge. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ഞാൻ അതൊന്ന് കൺഫേം ചെയ്താണ്. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ വേറൊരു ഒന്നും കൂടി എനിക്കൊരു കാർഡ് ആവശ്യമുണ്ട്. പേഴ്സണിന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഫീലിംഗ് എന്ന രീതി കൂടി എനിക്കൊന്നും വേണം ഒരു കാർഡ്. ഓക്കെ, ഗുഡ്, വെരി നൈസ്. ഓക്കെ, ഞാൻ എടുത്തത് നന്നായി എന്തായാലും. ആൻഡ് ഇവിടെ ഇതും 2 ഉണ്ട്. സോ ലെറ്റ് മീ ടേക്ക് ദീസ്. ഇവിടെ കാണുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി അത് ഫാമിലി ആണെന്നാണ് എനിക്ക് കാണുന്നത്. അവർ മാരീഡ് ആയിരിക്കാം. സോറി, അങ്ങനത്തെ കാർഡ്സ് ആണ് ഇവിടെ വരാറ്. ഓക്കെ, മേ ബി അല്ലെങ്കിൽ ഫാമിലി എന്ന് എടുത്തോളൂ, നിങ്ങൾ മാരീഡ് ആവണമെന്നില്ല. അവർ ഫാമിലി ഉണ്ട്, അവർ അച്ഛനമ്മ ഫാമിലി, ബ്രദർ സിസ്റ്റർ എന്ത് തന്നെ ആയാലും. ഓക്കെ, അവർ ചില ഫാമിലിയിൽ സിറ്റുവേഷൻ ഉണ്ടാവും. അവരുടെ പാരൻസ് ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിരെ എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഫാമിലിയെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്വീകരിക്കില്ല എന്ന രീതിക്ക് ചിലപ്പോൾ ഒരു ഫീൽ ഉണ്ടാവാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഞാൻ ഓടിപ്പോണു അല്ലേ. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അവർ നിങ്ങളെ ലൈഫിൽ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന രീതിക്ക് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫാമിലി പോലെ വേണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അവരുടെ വിഷസാണത്. 9 of cups പറയുമ്പോൾ നമ്മുടെ വിഷ് എന്നാണ് പറയുക, ആഗ്രഹം എന്നാണ് പറയുക. സോ അവരുടെ ആഗ്രഹം നിങ്ങളുമായിട്ട് ഒരു ഫാമിലി പോലെ വേണം എന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ 3 of cups ഉണ്ട്, സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. നിങ്ങൾ തമ്മിലൊരു നിങ്ങളത് ഒന്നിച്ച് സന്തോഷമായിട്ട് ശരിക്കും ഒരു സെലിബ്രേഷൻ എന്ന രീതിക്കൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിൽ ഒരു
ആക്ച്വലി മുന്നോട്ട് ലൈക്ക് ഒരു പീസ്ഫുൾ ആയിട്ട് നിങ്ങൾ തമ്മിൽ പോകണം എന്നവരുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് ശാന്തമാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു യാത്ര പോകണം എന്ന് ചിലവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലവർ ജസ്റ്റ് ഒരു നമ്മൾ ഈ എന്താ പറയുക ടെൻഷനിൽ ഒന്ന് മൂവ് ഓൺ ചെയ്ത് നമുക്കൊന്ന് പീസായിട്ട് മുന്നോട്ട് പോകണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ അവർ ഇതിന്റെ ഒരു ഗ്രോത്ത് കാണാൻ ആഗ്രഹിക്കുന്നു. ഈ റിലേഷൻഷിപ്പ് ഒരു ഗ്രോത്ത് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് വോൺസും ഉണ്ട്. തീർച്ചയായിട്ടും അവരൊരു പുതിയ തുടക്കമാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്ന് വെച്ചാൽ ശരിക്കും അവർക്ക് പാഷനേറ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഒരു ലൈഫ്, ഒരു പുതിയ ലൈഫ് തുടങ്ങണം, പുതിയ ഒരു സെലിബ്രേഷൻ തുടങ്ങണം, ഒരു ലൈഫ് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വേണം എന്ന രീതിക്കാണ് അവരുടെ മനസ്സിൽ. ഏസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ബിഗിനിങ് ആണ്, ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ്. ആൻഡ് ഏസ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്രോത്തിൻ്റെ കാര്യമാണ് പറയുക. ഓക്കെ, പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ നമ്മുടെ ഒരു തുടക്കം, റിലേഷൻഷിപ്പ് അത്രയും സ്നേഹത്തോടെ പാഷനേറ്റ് ആയിട്ട് എന്നൊക്കെ പറയും. ഓക്കെ, പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു പേടി അവരുടെ മനസ്സിലവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ സീക്രട്ടായിട്ട് മൈൻഡിലുള്ള ഫീലിംഗ് അല്ലേ പറയുന്നത് അവർക്ക് ശരിക്കും. ആൻഡ് ഇവിടെ ഡീപ്പ് ഫീലിങ്സ് അവർക്കുണ്ട് നിങ്ങളോട്. കിങ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് വളരെ ഡീപ്പ് ഫീലിങ്സ് ആണ് അവർക്ക് കാണുന്നത്. സ്നേഹം എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ ലൈഫിൽ വേണം, എല്ലാം കറക്റ്റ് ഇതായിട്ടുണ്ട്. കമ്മിറ്റ്മെന്റ് തരണം എന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് അവർക്ക് പേടിയുണ്ടെന്ന് പറയാം. 5 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ നഷ്ടങ്ങളുടെ കാര്യമാണ് പറയാം. അവർക്ക് ഇമോഷണലി അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്. അത് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് നമ്മൾ സീക്രട്ട് കാര്യങ്ങളല്ലേ നോക്കുന്നത്. അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴെങ്കിലും അങ്ങനെ നിങ്ങളെ നഷ്ടപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവർ വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇപ്പം ചില സമയത്ത് ഇപ്പോൾ എപ്പോഴും നിങ്ങളോട് കോൺടാക്ട് ഇല്ല എന്ന് വിചാരിക്കാം. പക്ഷെ പെട്ടെന്ന് എപ്പോഴെങ്കിലും വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ അവർക്ക് ആ പേടിച്ചിട്ടാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ, അതായത് നിങ്ങൾ സൈലന്റോ വലുതോ ഒക്കെ ഇടയിൽ ആവുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് പേടിയാണ്. അതായത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് അവരെത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു ആക്ഷൻ എടുത്ത് വേഗം മുന്നോട്ട് വരും. വന്ന് കുറച്ച് സംസാരിച്ചു. പക്ഷേ നൈറ്റ് ഓഫ് സോർട്സ് എനർജി പ്രശ്നം ഇതാണ്, വരും വീണ്ടും പോകും എന്ന രീതിയിൽ അല്ലേ നമ്മൾ പറയാറുണ്ട്. ഇൻ ആൻഡ് ഔട്ട് ആണ്. എടുത്തു ചാടി വേഗം, അതായത് പേടി കൊണ്ടാണ് അവർ. പേടി കൊണ്ട് അവർക്ക് ചില സമയത്ത് നിങ്ങളെ ഒന്ന് മിസ്സിങ്, ഒരു നിങ്ങളൊന്ന് അകന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ലേശം കുറച്ച് സംസാരിച്ചില്ല എന്ന് തോന്നുമ്പോൾ അവർ ഓടി വരും നിങ്ങളുടെ അടുത്തേക്ക്. കാരണം അവർക്ക് പേടിയാവുകയാണ്, അപ്പോഴേക്കും നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ഇച്ചിരി ഇവിടെ ഒരു ക്യാൻഡിൽ കത്തുന്നുണ്ടായിരുന്നു ഇത്ര നേരം, അതിപ്പോൾ കെട്ടുപോയി. സാരമില്ല. ഓക്കെ, ഓക്കെ, അപ്പം നിങ്ങളെ നഷ്ടപ്പെടുമെന്ന പേടി പറഞ്ഞത് യെസ്, അവർക്ക് ആ പേടി തീർച്ചയായിട്ടും ഉണ്ട് എന്തായാലും. ഓക്കെ, ആൻഡ് ടെമ്പറൻസ് ആണ്. അവർ നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, കാരണം ആക്ച്വലി ഇവിടെ ഒരു ചെറിയൊരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതിനെ ബാലൻസ് ചെയ്യണം എന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പോഴും അങ്ങോട്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട്, അവർക്ക് തിരിച്ചിങ്ങോട്ട് തരണം എന്ന രീതിയിലുണ്ട്. പക്ഷെ ഇവിടെ അഗെയിൻ തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. ഓൾറെഡി 3 ഓഫ് കപ്സ് നമ്മൾ തേർഡ് പാർട്ടി എനർജി പറയും. പക്ഷെ ഇതും തേർഡ് പാർട്ടി എനർജി ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ എന്തോ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. അത് ചിലവർക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ആയിരിക്കാം, ഫാമിലി മാരീഡ് സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പാരൻസ് അങ്ങനെ ആരെങ്കിലും ആവാം. പക്ഷെ രണ്ടും പറയാം നമുക്ക്. കാരണം ഇവിടെ ഒരു ലവർ എനർജി, ഇത് കാർഡ് കാണുമ്പോൾ തന്നെ നമ്മളൊരു ലവർ എനർജിയാണ് പറയാം. ഓക്കെ, ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഹൈഡിങ് എന്ന രീതിക്ക്. ഹൈഡിങ് അല്ല ഇവിടെ, ഐ തിങ്ക് അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ട് തേർഡ് പാർട്ടി. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യുമായിരിക്കും. പക്ഷെ അങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റിലേഷൻഷിപ്പ് നിങ്ങളെ നഷ്ടപ്പെടാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവർ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടാൻ അവരുടെ ലൈഫിൽ നിന്ന് കളയാൻ അവർ ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഓക്കെ, ഫീലിങ്സ് ശരിക്കും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെയാണ്. ഓക്കെ, കിങ് ഓഫ് കപ്സ് നിങ്ങളോടാണ് ഫീലിങ്സ്. ക്വീൻ ഓഫ് വോൺസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്, സ്നേഹം തോന്നുന്നുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു പ്രാക്ടിക്കലായിട്ടൊരു ലൈഫിൻ്റെ ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റഡ് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അത് കിങ് ആയാലും ക്വീൻ ആയാലും. ഓക്കെ, രണ്ടായാലും. പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ചിലപ്പോൾ ഓൾറെഡി മാരേജ് ചെയ്യാൻ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ടാവാം, അങ്ങനെ ആയിരിക്കാം. പക്ഷെ അവർ കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നത് നിങ്ങളോടാണ്. ഓക്കെ, നിങ്ങളോടാണ് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ എന്ന രീതിയിലാണ് അവർ ആഗ്രഹിക്കുന്നതൊക്കെ. ഓക്കെ, പക്ഷെ ഇപ്പോൾ സിറ്റുവേഷനിൽ നമുക്ക് അവിടെ തേർഡ് പാർട്ടി ഉള്ള പോലെ കാണുന്നുണ്ട്. അവരെ ബാലൻസ് ചെയ്യാൻ അവരെന്താണ് ചെയ്യേണ്ടത്, സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ എന്ന് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഫ്യൂച്ചർ ആക്ഷൻ കൂടി നമുക്കൊരു 2 കാർഡ് എടുക്കാം. കമ്മിറ്റ്മെന്റ് തരാൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പെട്ടെന്നാലും നോക്കാം അല്ലേ, സെപ്പറേറ്റ് ആയിട്ട് കാർഡ്സ് എടുത്തൊന്ന് നോക്കിക്കളയാം.
ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക നോക്കാം. ഓക്കെ, 5 ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ. 10 ഓഫ് പെന്റിക്കിൾസ് സൺ ഒക്കെയാണ്. യെസ്, ഓക്കെ, ഗുഡ്. യെസ്, ഹരിഫൻ. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അവർ എല്ലാം മറികടന്നിട്ട് എല്ലാം ഓവർകം ചെയ്തിട്ട് എന്തും ലൈക്ക് കോമ്പറ്റീഷൻ എത്ര ഉണ്ടെങ്കിലും ശരി, എന്ത് കോമ്പറ്റീഷൻ വഴിയിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും 5 and 5 നമ്മൾ ചേഞ്ചിൻ്റെ കാര്യമാണ് പറയാറ്. ഓക്കെ, എല്ലാത്തിനെയും മാറ്റിയിട്ട് അവർ അതിൽ എഫേർട്ട് ഇട്ട് ഈ റിലേഷൻഷിപ്പിനെ നിങ്ങളെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകണം. എന്ത് തടസ്സമുണ്ടെങ്കിലും ശരി, എന്തൊക്കെ ബ്ലോക്കേജ് ഉണ്ടെങ്കിലും ശരി, അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ വേണമെന്ന്. ഹൈറോഫന്റ് പറയുമ്പോൾ മാരേജ് ആണ്. ഓക്കെ, ബ്ലെസ്സിങ്ങോടെ, എല്ലാവരെയും ബ്ലെസ്സിങ്ങോടെ നിങ്ങളെ സ്വീകരിക്കണം എന്ന രീതിയിലാണ് അവരുടെ മൈൻഡിൽ. ചിലപ്പോൾ നിങ്ങളത് റിലീജിയൻ വേറെയൊക്കെ ആയിരിക്കാം, പക്ഷെ എന്നാലും അവർ എല്ലാം മറികടന്ന്, അതാ പറഞ്ഞത്, എല്ലാം ഇത് കോമ്പറ്റീഷൻ്റെ ആണ് നമ്മൾ പറയാം അല്ലേ. എന്ന് വെച്ചാൽ എന്തും തടസ്സം ഉണ്ടെങ്കിലും ശരി, ഇതും ഒരു തടസ്സത്തിൻ്റെ കാര്യമാണ് പറയാം. എന്ത് തടസ്സം ഉണ്ടെങ്കിലും ശരി, അതിനെയൊക്കെ ഓവർകം ചെയ്ത് അവരതിനെ ഫൈറ്റ് ചെയ്ത് അവർ ജയിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എല്ലാ ബ്ലെസ്സിങ്ങോടെ നിങ്ങളെ ലൈഫിലേക്ക് അവർക്ക് ചേർക്കണം എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി, അവർ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണം എന്ന രീതിക്കാണ്. നേരത്തെ 10 ഓഫ് പെന്റിക്കിൾസ് ഞാൻ ബോട്ടം കണ്ടിരുന്നു. 10 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മളൊരു ഫാമിലി കാർഡാണ്. സോ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവരുടെ മൈൻഡിലുണ്ട് അറ്റ്ലീസ്റ്റ്. ഓക്കെ, നമ്മൾ അവരുടെ മൈൻഡിലെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്ന, സീക്രട്ട് ഫീലിങ്സ് ആണ്. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം, നിങ്ങളെ വേണം ലൈഫിൽ കൂടെ എന്ന രീതിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത്. കിങ് ഓഫ് കപ്സ് വന്നാൽ തന്നെ പിന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് ഫീലിങ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ മാത്രം ഇനി അവർ ചില കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് വരാനുണ്ട്. ഓക്കെ, പക്ഷെ ഫീലിങ്സ് വളരെയധികം നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ആൻഡ് നമുക്ക് ഇതൊരു മൂണിൻ്റെ ഡെക്ക് തന്നെയാണ്. നമുക്ക് ഫുൾ മൂൺ ആയതുകൊണ്ട് ഇതിൽ നിന്ന് എടുത്തേക്കാം എന്ന മെസ്സേജസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. യൂണിവേഴ്സ് എന്താ, ഒറക്കിൾ മെസ്സേജ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. പേഷ്യൻസ്, ഓക്കെ, ക്ഷമയോടെ നിൽക്കാം. റെസിസ്റ്റൻസ്, റിലീസ്, abundance, creation, yes, attraction, assessing. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എല്ലാം നോക്കിക്കണ്ട് മനസ്സിലാക്കുന്ന പോലെയുണ്ട്. ഓക്കെ, എല്ലാം അവർ ആലോചിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം അവർ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് ഡീൽ ചെയ്യുക എന്നവർ ആലോചിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, സിറ്റുവേഷനൊക്കെ നല്ലോണം നോക്കി മനസ്സിലാക്കി അവർ കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ ശ്രമിക്കാം എന്ന രീതിയിൽ. ആൻഡ് സൂപ്പർ മൂൺ അട്രാക്ഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട് അവർക്ക് എന്നും പറയാം. ആക്ച്വലി ഈ ഫുൾ മൂൺ സമയത്ത് അവർ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. നമ്മൾ ഏസ് ഓഫ് വോൺസ് കണ്ടിരുന്നു, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും അവരെ അട്രാക്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല മാനിഫെസ്റ്റേഷനൊക്കെ ട്രൈ ചെയ്തെടുക്കാം. കാരണം അവർക്കും താല്പര്യമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്, അല്ലാണ്ട് നടക്കില്ല അത്. ഓക്കെ, എപ്പോഴും മാനിഫെസ്റ്റേഷൻ അങ്ങനെയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശ്രമിക്കാം. അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നു എന്നും പറയാം. നിങ്ങൾ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് പേഷ്യൻസ്, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക കുറച്ച്. ഓക്കെ, സമയം നിങ്ങൾ ഇപ്പം നടന്നില്ല അപ്പം നടന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വരാൻ വെയിറ്റ് ചെയ്യാം. ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, റെസിസ്റ്റൻസ് അതായത് ചില തടസ്സങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറി വരും എന്ന് പറയാം. ഓക്കെ, റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട എന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും മേ ബി ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആൻഡ് റിലീസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. നെഗറ്റീവ് തോട്ട്സ് മൈൻഡിൽ നിന്ന് റിലീസ് ചെയ്ത് വിടാം. ഓക്കെ, സിറ്റുവേഷനെ കുറിച്ച് നെഗറ്റീവായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റിലീസ് ചെയ്ത് വിടാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, ആൻഡ് ക്ഷമ വേണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഇത് നടന്നില്ല, ഇന്ന് നടന്നില്ല, നാളെ നടന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ രണ്ടുപേരെയും ലൈഫിൽ ഒരു അബണ്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഒരു ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫൈനാൻഷ്യൽ അബണ്ടൻസും ആവാം, പക്ഷേ ഇവിടെ റിലേഷൻഷിപ്പ് അബണ്ടൻസ് കാര്യമല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അബണ്ടൻസ് വരുമെന്ന് പറയാം. ഓക്കെ, ആൻഡ് ക്രിയേഷൻ, യെസ്, നിങ്ങൾ തമ്മിലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ലൈഫ് ക്രിയേറ്റ് ചെയ്യും എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു യൂണിയൻ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും എന്ന് പറയാം. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ 44 ഉണ്ട്. 4 + 4 8 ആവാം.
36 upon 9, 25, 7, 27 upon 9 again, 9, 9, 38 ആണ്, 11, 2 അല്ലേ, 2 ആൻഡ് ഇവിടെ 39, 38, 39 രണ്ടും ഉണ്ട് ഇവിടെ, 12 അല്ലേ, അപ്പോൾ 3, ഓക്കെ, 2, 3, 4, 8, 9 റിപ്പീറ്റഡ് കാണുന്നുണ്ട്, 7 ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്പേഴ്സ് ആയിരിക്കാം, നിങ്ങൾക്ക് മാച്ച് ആവുന്ന നമ്പേഴ്സ് ആയിരിക്കാം, ഏജ് ആയിരിക്കാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, ഇന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യത എന്നൊക്കെ പറയാം. ഓക്കെ, എന്തായാലും നിങ്ങളെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഫീലിങ്സ് നിങ്ങളോടുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ്. ആക്ച്വലി ഇന്നത്തെ ദിവസം ആയിരിക്കും അവർ വളരെയധികം നിങ്ങളോട് അട്രാക്റ്റഡും ആണ്. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പക്ഷേ നെഗറ്റീവ് തോട്ട്സ് ഒന്ന് മാറ്റാം. ഓക്കെ, ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കാം, കുറ്റപ്പെടുത്തലുകളും കംപ്ലയിൻസും കാര്യങ്ങളും അല്ലാതെ. ഓക്കെ, നല്ല രീതിക്ക് നിങ്ങളൊന്ന് ഡീൽ ചെയ്ത് നോക്കൂ. ഓക്കെ, വരാൻ സാധിച്ചില്ല, നിങ്ങൾ സംസാരിക്കാൻ സാധിച്ചില്ല എന്നവർ പറയുകയാണെങ്കിൽ ഓക്കെ ശരി എന്ന് പറഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഓക്കെ കുറച്ചൊന്ന് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നടക്കുന്നുണ്ടോ നോക്കൂ, പക്ഷെ എപ്പോഴും വിട്ടുകൊടുക്കാനല്ല ഞാൻ പറയുന്നത് അഗൈൻ. ഓക്കെ, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. പക്ഷെ അവരിപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സും ഉണ്ട്. എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.